ടെൻഷനൊക്കെ മാറിയോ നിന്റെ? ഓ ടെൻഷനൊക്കെ നേരത്തെ മാറി. ചുമ്മാ നേരത്തെ കോളേജിൽ പോകേണ്ടി വന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ സമാധാനമായല്ലോ അത് കളഞ്ഞപ്പോ. റോണോ ബ്രോ എവിടെ? പറമ്പിൽ പോയി തേങ്ങ എടുത്തിട്ട് വരാൻ. അവിടെ തേങ്ങ അടന്ന് വീഴുണ്ട്. ഈ ചേച്ചി പറഞ്ഞ എല്ലാം കേൾക്കും. ഞാൻ പറഞ്ഞാലാ പൊന്നോ എന്തൊക്കെ വായിലിരിക്കുന്ന കേൾക്കണം. അയ്യാടാ, ഞാൻ അവന് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി കൊടുക്കും. അതാ ചേച്ചി പോക്കറ്റ് മണി കൊടുക്കണാണ്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ എന്ന് ചോദിക്കണത്. എന്തൊക്കെ പറഞ്ഞാലും റോണോ ബ്രോ ഭയങ്കര ഉപകാരിയാ. നിനക്കെന്ത് ഉപകാരം ചെയ്തിട്ടുണ്ട്? നിനക്കെന്ത് ഉപകാരം ചെയ്തേ? അതൊക്കെ ഉണ്ട്. തേങ്ങ കിട്ടിയില്ലടാ? ഒന്നും കിട്ടില്ല. പറമ്പ് മൊത്തം നോക്കി. നിലവി 5 പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണക്ക് മറക്കരുത്. അല്ല റോണോ ബ്രോ ഒരു മനസ്സിന് സുഖമൊക്കെ ഉണ്ട്. സംഗതി കേട്ടാ വർക്കോട്ടെ. ഇതെന്താന്നേ നിങ്ങള് പ്രയോഗിച്ചത്? ഞങ്ങളുടെ കൂടെ പറയ്. വേറൊന്നല്ല, പിങ്കിയുടെ കാര്യമാ. പിങ്കി അത് ഞങ്ങൾ അറിഞ്ഞാ എന്നാലും പറഞ്ഞോ. തങ്കന്റെ വേറൊന്നല്ല, പിങ്കി എന്റെ അടുത്ത് പറയാ ഒരു ട്രിപ്പിന് പോവാൻ പോയിന്ന്. ഞാൻ പറഞ്ഞ അവളുടെ അടുത്ത് ഒരാഴ്ച നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോവാന്ന്. ഇവളിത് കേൾക്കാതെ ഒരൊറ്റ പോക്ക്. അതും എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറയാതെ. ആ ഒരു മൂടോട്ടിലാണ് ഞാൻ ഇന്ന് കോളേജിൽ പോകാണ്ടിരുന്നത്. പക്ഷെ അവസാനം റോണോ ബ്രോ എനിക്കൊരു ട്രിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതങ്ങ് എടുത്തിട്ട് പ്രയോഗിച്ചു. സംഭവം വർക്കൗട്ടായി. അവള് പകുതിക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ഹോസ്റ്റലിലോട്ട് വന്നു. അതൊക്കെ ട്രിക്ക്. അത് 100 വീഡിയോ കോളും ഫോൺ കോളൊക്കെയാ. ഉറപ്പായിട്ട് സോറി പറയാനായിരിക്കും. ഞാൻ എടുത്തില്ല കേട്ടാ. ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൻഡ് ചെയ്യാത്തത് പോയിന്റ് അങ്ങോട്ട് ചെന്നപ്പോ സാധനം വർക്കൗട്ട് ആയ നല്ല പച്ച തെറി. ഫോൺ വിളിച്ച് പിങ്കിയ നല്ല പച്ച തെറി പറഞ്ഞു. ഏറ്റ് സാധനം തെറി വിളിക്കണ്ടായിരുന്നു. ആ കൊച്ചിന് ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ജീവൻ പറയുന്നത് കേൾക്കാതെ ചാടിത്തുള്ളി കൂട്ടാറോടൊപ്പം പോയില്ലേ? അതല്ലേ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നീയൊക്കെ പറയണ കേൾക്കണോന്ന്? നീയൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? പെണ്ണിനോട് തെറി പറഞ്ഞ വലിയ വലിയ സംഭവമായി പോയി. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ സമ്മതിക്കൂലല്ലോ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെയാണ് കല്യാണം കഴിയാത്തൊരു പെണ്ണ്. മോശമായി പോയി. വലിയ ക്രെഡിറ്റ് ആയി പോയി. അത് നാണുണ്ടോ? ഇച്ചിരിയെങ്കിലും നാണം. ഈ വിവരദോഷി പറയണ കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ. അല്ല, ഒരു ഡോസിന്റെ കുറവില്ലായിരുന്നു. നല്ല ഡോസായി പോയി. നിനക്കൊക്കെ ഡോസ് തരേണ്ടത്. ആ പെണ്ണിനൊക്കെ ഇത് തന്നെ വേണം. ഇവന്റെയൊക്കെ വായിരിക്കണ കേൾക്കാനാ അതിന്റെ ഒക്കെ വിധി. വീഡിയോ കോൾ ചെയ്യണം. 2 ബോട്ടോടെ കൂടെ ഇവിടെ ജിത്തു, അവള് ഫോൺ എടുത്ത് നീ പറഞ്ഞ് തെറിക്ക് സോറി പറ. ഇപ്പൊ നോക്കിയോ, അവൾ കുറച്ച് അടക്കം വരണം. ആന്റി വരെ നല്ല കാര്യം. നല്ല അടക്കം. ജിത്തു കോൾ കട്ട് ചെയ്ത് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. നീ പറ. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. അതിന് മാത്രം എന്തുണ്ടായ? എന്താ കാര്യം അറിയില്ലായിരിക്കും. നിന്നോട് പറഞ്ഞ ട്രിപ്പ് പോയൊക്കെ സത്യമാ. പക്ഷെ അതിന് നീ എന്തെല്ലാം തെറികളാ വിളിച്ചേ? എടി ആ സമയത്ത് അറിയാതെ. ഈ തെറികളൊക്കെ നീ എവിടെന്നാ പഠിച്ചേ? ഈ ട്രിവാൻഡ്രം വന്നതിന് ശേഷം ഒരുപാട് മാറിപ്പോയി. ഒരുപാട്. പിങ്കി എടി സോറി എടി, കരയല്ലേ, സോറി. അത് ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഒന്ന് കേക്കണ്ട. സോറി. എന്നിട്ട് സോറി പറയാനായിട്ട് നിന്നെ ഞാൻ എത്ര വട്ടാ വിളിച്ചേ? ഒരു പ്രാവശ്യമെങ്കിലും നീ എന്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്തായിരുന്നോ? ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞു. ഇനി ഈ റിലേഷൻ തുടരണ്ട. എടി അങ്ങനെയൊന്നും പറയില്ലേ. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. മാഷ കളിക്കല്ലോ കേട്ടാ, പ്ലീസ്. I really hate you. Really hate you, ചിത്തു. ഇല്ല പിങ്കി, സോറി പിങ്കി. റോണോ ബ്രോ ടെക്നിക്ക് ചെറുതായിട്ട് പാടി.